ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിവിഷൻ ക്ലൗഡ് എങ്ങനെ വരയ്ക്കാം എന്നാണ്. റിവിഷൻ ക്ലൗഡ് വരയ്ക്കണമെങ്കിൽ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഷോർട്ട് കീ ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് കമാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഡ്രോ ടൂളിൽ പോയതിന് ശേഷം ഇവിടെ ഡ്രോ ബാറിൽ പോയതിന് ശേഷം ഇവിടെ റിവിഷൻ ക്ലൗഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്: റെക്റ്റാങ്കിൾ, പോളിഗൺ ആൻഡ് ഫ്രീ ഹാൻഡ്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയി ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് REVC, ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കീ, ഇത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ താഴെ ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വന്ന് കിടക്കുന്നത് റെക്റ്റാങ്കുലർ റിവിഷൻ ക്ലൗഡാണ്. അതായത് നേരത്തെ ഞാൻ ഉപയോഗിച്ചതായതുകൊണ്ടാണ് റെക്റ്റാങ്കുലർ റിവിഷൻ ക്ലൗഡ് അത് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കുന്നത്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈ ആരോസ് കുറച്ചുകൂടെ വലുതായിട്ട് വരണം. കുറച്ചുകൂടെ വലുതായിട്ട് വരണമെങ്കിൽ ഞാനത് ഇതിൻ്റെ ആരോസ്, അതായത് ഇതിൻ്റെ ആർക്ക് ലെങ്തിനെ നമുക്ക് മാറ്റാൻ പറ്റും. സോ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യാണ് REV റിവിഷൻ ക്ലൗഡ് ആർക്ക് ലെങ്ത് ഇപ്പോൾ കിടക്കുന്നത് 50 ആണ്. എനിക്ക് ഞാൻ ഒരു 100 ആക്കി കൊടുത്തിട്ട് 100 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആർക്ക് ലെങ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായി. ആർക്ക് ലെങ്ത് 100 ആയിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് 50, ഇത് 100. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്ക് ലെങ്ത് കൂട്ടുകയും ഈ കർവ്സ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ശേഷം ഞാൻ വീണ്ടും രണ്ടാമത്തെ ആർക്ക് ലെങ്ത്, രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നോർമലി ഞാനൊരു റെക്റ്റാങ്കിൾ ഒബ്ജക്റ്റ് വരച്ചു കൊടുത്തു, ഒരു സർക്കിൾ വരച്ചു കൊടുത്തു. ഓക്കെ, നിങ്ങൾ കാണിക്കാൻ വേണ്ടി എനിക്ക് ഈ ഒരു പോർഷനിലാണ് ക്ലൗഡ് ചെയ്യാം. ആദ്യം ഞാൻ റെക്റ്റാങ്കിൾ വരച്ചു, അതിനുശേഷം റിവിഷൻ ക്ലൗഡ് എടുത്തു, ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തു, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ലാസ്റ്റ് എന്താണോ കൊടുത്തിരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ സർക്കിളാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ക്ലൗഡ് എൻ്റർ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിങ്ങനെ കറക്റ്റായിട്ട് റിവിഷൻ ക്ലൗഡ് കിട്ടും. ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് ഞാനിപ്പം എസ്കേപ്പ് കൊടുത്തുകൊണ്ടാണ് ബാക്ക് ടു പൊസിഷനിലായത്. അടുത്തത് വീണ്ടും നമ്മൾ കൊടുക്കുകയാണ്, കമാൻഡ് കൊടുത്ത് അടുത്ത ഓപ്ഷൻ നോക്കുന്നത് റെക്റ്റാങ്കിൾ, അതാണ് നമ്മൾ ആദ്യം വരച്ചത്. അടുത്ത പോളിഗണൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെ നമ്മൾ പോയിൻ്റ് കൊടുക്കുന്നു, എവിടെയൊക്കെ മൗസ് പോയിൻ്റ് ഡ്രാഗ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുന്നു ആ ഷേപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതുകൊണ്ട് ആ ഷേപ്പിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ ക്ലൗഡ് കിട്ടും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ഹാൻഡാണ്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡാണ്, അതായത് അതിന് ഷേപ്പൊന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മൗസ് പോയിൻ്റ് ഫ്രീ ആയിട്ട് എങ്ങനെ വിടുന്നു അങ്ങനെ നമുക്ക് അതിൻ്റെ ആർക്ക് ലെങ്തും അതിൻ്റെ ഡിറക്ഷനും എല്ലാം നമ്മൾ മൗസ് പോയിൻ്റ് എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് ഫ്രീ ഹാൻഡ് ഇതെന്ന് പറയുന്നത്, ഫ്രീ ഹാൻഡ് റിവിഷൻ ക്ലൗഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്, അത് നമുക്ക് ഇത്രയും ടൈപ്പ് ഓഫ് റിവിഷൻ ക്ലൗഡാണുള്ളത്: റെക്റ്റാങ്കുലർ, പോളിഗണൽ ആൻഡ് ഫ്രീ ഹാൻഡ്. അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് സ്റ്റൈലിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. നോർമൽ നമ്മൾ പറയുന്നതാണ്, ഇപ്പം നമ്മൾ ഉപയോഗിച്ചതാണ് നോർമൽ. അടുത്ത കാലിഗ്രാഫി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം ലാസ്റ്റ് നമ്മൾ ഫ്രീ ഹാൻഡ് ആണല്ലോ കൊടുത്തിരുന്നത്. ഇങ്ങനെ കാലിഗ്രാഫി ആകുമ്പോൾ ഇതിന് ഒരു തിക്നെസ്സും നിങ്ങൾക്ക് ഇത് ഞാനൊരു റെക്റ്റാങ്കിളിനാണ് വരയ്ക്കുന്നത്. റെക്റ്റാങ്കുലർ റിവിഷൻ ക്ലൗഡാണെങ്കിൽ ഇതും കണ്ടോ, ഇത് നമ്മൾ വ്യത്യാസം. ഈ ആർക്ക് ലെങ്തിന് എന്താണ്, ഈ ആർക്കിനെല്ലാം തിക്നെസ്സായി, അതാണ് ഇതിൻ്റെ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മളുടെ ഡ്രോയിങ്സിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം.
REBC ആണ് ഷോർട്ട് ഫോം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടാണോ എനിക്ക് റിവിഷൻ ക്ലൗഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇവിടെ ക്ലൗഡ് ചെയ്ത് കൊടുക്കാം. ഏത് രീതി വേണേലും നമുക്ക് ക്ലൗഡ് ചെയ്തിട്ട് ഒരു ഡ്രോയിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.